18 വർഷത്തോളമായി സൗദി ജയിലിൽ വധശിക്ഷ കാത്തുകിടക്കുന്ന അബ്ദുറഹീമിൻ്റെ മോചനത്തിനു വേണ്ടി പാത്തുമ്മ ഉമ്മ മലയാളി മനസ്സുകളുടെ മുമ്പിൽ കൈയും നീട്ടിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയാനാകുന്നു. കഴിഞ്ഞ റമദാനിലാണ് നമ്മൾ ഈ വിഷയം അറിഞ്ഞത്. അപ്പോൾ പാത്തുമ്മ ഉമ്മയുടെ ആ കണ്ണീർ ഓരോ മലയാളിയുടെ മനസ്സിലുമാണ് വലിയ വിഷമം ഉണ്ടാക്കിയത്. 34 കോടി രൂപ ദിയാപ്പണം നൽകിയാൽ അടുത്ത ചെറിയ പെരുന്നാളിന് അബ്ദുറഹീം നാട്ടിലുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒരു വർഷം തികയാനായിട്ടും അബ്ദുറഹീം നാട്ടിലെത്തിയില്ല. ഇതിൻ്റെ കാരണമെന്താണെന്ന് പോലും വ്യക്തമായി അറിഞ്ഞില്ല എന്നതാണ് മറ്റൊരു വിഷമമുണ്ടാക്കുന്ന വാർത്ത. അതിനുശേഷം അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ 7 സിറ്റിങ്ങുകളാണ് നടന്നത്. ഇതെല്ലാം പിന്നീട് മാറ്റിവെക്കുന്ന രീതിയിലേക്കാണ് മാറിയത്. അബ്ദുറഹീമിനെ മോചിപ്പിക്കപ്പെടാതിരിക്കാൻ വ്യക്തമായ കാരണമെന്താണെന്ന് ഇതുവരെ ആരും തന്നെ അറിഞ്ഞിട്ടില്ല. അബ്ദുറഹീമിൻ്റെ ദിയാപ്പണം സൗദി കുടുംബം കൈപ്പറ്റിയതിന് ശേഷം നടന്ന സിറ്റിങ്ങിൽ അബ്ദുറഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കിയ ബെഞ്ച് തന്നെ അബ്ദുറഹീമിൻ്റെ മോചനത്തിനുള്ള വിധി പറയണമെന്നുള്ള വാർത്തയാണ് നമ്മൾ അറിഞ്ഞത്. അതിനുശേഷവും 6 സിറ്റിംഗ് കഴിഞ്ഞിട്ടും അബ്ദുറഹീം മോചിപ്പിക്കപ്പെടുമോ അല്ലെങ്കിൽ എന്നാണുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. പാത്തുമ്മ ഉമ്മ 18 വർഷത്തോളമായി തൻ്റെ മകനെ കാത്തിരിക്കുന്നു. അടങ്ങാത്ത ആഗ്രഹവുമായി തൻ്റെ മകനെ ഉമ്മ സൗദി റിയാദ് ജയിലിൽ പോയി കണ്ടെങ്കിലും അതൊരിക്കലും ഉമ്മാക്ക് ആശ്വാസം നൽകുന്ന തരത്തിലുള്ളതല്ല. ഉമ്മ നാട്ടിലേക്കെത്തിയതിന് പിറകെ തന്നെ അബ്ദുറഹീം നാട്ടിലെത്തും എന്നുള്ളൊരു വിശ്വാസവും പാത്തുമ്മ ഉമ്മാക്ക് ഉണ്ടായിരുന്നു. ഉമ്മ നാട്ടിലെത്തിയതിനു ശേഷവും വീണ്ടും അബ്ദുറഹീമിന് വേണ്ടി കാത്തിരിക്കണമെന്നുള്ള വാർത്ത അറിഞ്ഞപ്പോഴും എന്നെ എൻ്റെ മകൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവിടൂ എന്നുള്ള വാക്കുകളാണ് ഉമ്മ പറഞ്ഞത്. അത് കേട്ട ഓരോ ആളുകൾക്കും വലിയ വിഷമം തന്നെയാണ് ആ വാക്കുകൾ നൽകിയത്. അബദ്ധവശാൽ ഒരു കൗമാരക്കാരൻ്റെ മരണത്തിന് കാരണക്കാരനായ അബ്ദുറഹീം 18 വർഷം ജയിലിൽ കഴിഞ്ഞപ്പോഴും ഉമ്മയുടെ നിരന്തരമായ കരച്ചിലും അള്ളാഹുവോടുള്ള പ്രതീക്ഷ വെച്ചുള്ള പ്രാർത്ഥനയും തന്നെയായിരുന്നു അബ്ദുറഹീമിന് മോചനം ലഭിക്കുവാനുള്ള ദിയാപ്പണം കണ്ടെത്തുന്ന കാര്യത്തിൽ ജനങ്ങൾ ഒന്നു ചേർന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം തൻ്റെ കുടുംബത്തെ ഒന്ന് സംരക്ഷിക്കാനും തങ്ങളുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും മാറ്റാൻ വേണ്ടിയായിരുന്നു 18 വർഷങ്ങൾക്ക് മുമ്പ് ഡ്രൈവർ ജോലിക്കായി അബ്ദുറഹീം സൗദി റിയാദിലെത്തിയത്. അതിനുശേഷം അബ്ദുറഹീമിന് സംഭവിച്ചത് ഒരു മാതാവിനും സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതാണ്. തൻ്റെ മകൻ സൗദി റിയാദ് ജയിലിൽ, അതും മരണത്തെ കാത്ത് കിടക്കുകയാണെന്നുള്ളത് ഏതൊരു മാതാവിനാണ് സഹിക്കാനാവുക. അബ്ദുറഹീമിൻ്റെ അടുത്ത സിറ്റിംഗ് എന്നാണെന്ന് പോലും അറിയില്ല. എത്രയും പെട്ടെന്ന് അബ്ദുറഹീമിന് മോചനമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റു നിവൃത്തിയുമില്ല. ആ ഇടയിലാണ് മറ്റൊരു യുവതിയുടെ ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്ത ഇന്നലെ പുറത്തു വന്നത്. UP സ്വദേശിയായ ഷഹസാദി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അബ്ദുറഹീമിന് സംഭവിച്ച പോലുള്ള ഒരു കേസിൽ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. ഷഹസാദി ജോലി ചെയ്തുകൊണ്ടിരുന്ന വീട്ടിലെ 4 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മരണം ഷഹസാദിയുടെ മേലിലേക്കാണ് കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ വെച്ചുകെട്ടിയത്. 33 വയസ്സുള്ള ഷഹസാദി വളരെ ദാരിദ്ര്യം നിറഞ്ഞ കുടുംബത്തിലാണ് ജനിച്ചത്. ചെറുപ്പത്തിൽ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ പൊള്ളലേറ്റ് ഷഹസാദിയുടെ മുഖത്ത് പൊള്ളലിൻ്റെ പാടുകളുമുണ്ട്. പ്രായമായ ഉപ്പയെയും ഉമ്മയെയും സംരക്ഷിക്കണം, കുടുംബത്തിൻ്റെ കടങ്ങളെല്ലാം വീട്ടി ഒന്ന് മെച്ചപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഷഹസാദി വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ തീരുമാനിച്ചത്. ഒരു ജോലി കണ്ടെത്തണമെന്നും തൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടത നീക്കണമെന്നും തൻ്റെ മുഖത്തുള്ള പൊള്ളലേറ്റ പാടുകളെല്ലാം ചികിത്സിച്ച് ഭേദമാക്കണമെന്നും അതിനെല്ലാം ഒരു ജോലി ആവശ്യമാണെന്നുള്ളത് ഷഹസാദി മനസ്സിലാക്കിയതോടെ അതിനുള്ള കാര്യങ്ങളിലേക്കെത്തിയ ഷഹസാദി ഉസൈർ എന്ന് പറയുന്ന ഒരു യുവാവുമായി പരിചയത്തിലാകുകയായിരുന്നു. അങ്ങനെ ആ യുവാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വിദേശത്തുള്ള ജോലിക്കായി ഷഹസാദി ഒരുങ്ങുന്നത്. അങ്ങനെ ഷഹസാദിയെ ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ഉസൈർ എന്ന് പറയുന്ന വ്യക്തി ആഗ്രയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അങ്ങനെ അബുദാബിയിലെത്തിയ ഷഹസാദിയെ ഉസൈർ എന്ന് പറയുന്ന വ്യക്തി അബുദാബിയിലുള്ള തൻ്റെ കുടുംബത്തിന് വിളിക്കുകയായിരുന്നു. താൻ പറ്റിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് ഷഹസാദി അപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഉസൈറിൻ്റെ കുടുംബക്കാർ ഈ പെൺകുട്ടിയെ മറ്റൊരു അബുദാബിയിലെ കുടുംബത്തിലെ വീട്ടുജോലിക്കായി പറഞ്ഞയച്ചു. അങ്ങനെ ഇരിക്കെയാണ് ആ കുടുംബത്തിലെ 4 മാസം പ്രായമുള്ള കുഞ്ഞ് മരണപ്പെടുന്നത്. തുടർന്ന് ഇത് ഷഹസാദിയാണ് ചെയ്തതെന്ന് പറഞ്ഞ് കുറ്റം ഷഹസാദിയുടെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഷഹസാദിയോട് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ
എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ഉമ്മയോടും ഉപ്പയോടും സംസാരിക്കണമെന്നുള്ള ആവശ്യമാണ് ഷഹസാദി ജയിൽ അധികൃതരോട് പറഞ്ഞത്. 24 മണിക്കൂറിനകം ഷഹസാദിയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്നുള്ള വാർത്തയാണ് പിന്നീടറിഞ്ഞത്. വീട്ടിലേക്ക് വിളിച്ച ഷഹസാദി തൻ്റെ ഉപ്പയോട് ആദ്യമായി പറഞ്ഞത് ഇതെൻ്റെ അവസാന വാക്കുകളാണ് എന്നുള്ളതാണ്. ഇനി എൻ്റെ ശബ്ദം കേൾക്കാനോ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ സംസാരിക്കുവാനോ ഉള്ള അവസരം ഇനി എനിക്ക് ലഭിക്കുമോ എന്ന് പോലും അറിയില്ല എന്നും ഷഹസാദി പറഞ്ഞത് മാധ്യമങ്ങളോട് ഷഹസാദിയുടെ ഉപ്പ തന്നെയാണ് പങ്കുവച്ചത്. എത്രയേറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണിതെന്ന് നോക്കൂ. സ്വന്തം കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു പെൺകുട്ടി വിദേശത്തേക്ക് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചത് തൻ്റെ ജീവന് തന്നെ ഭീഷണിയായി മാറുമെന്നുള്ളത് ഈ പാവം പെൺകുട്ടി മനസ്സിൽ പോലും കരുതിയില്ല. 24 മണിക്കൂറിനുള്ളിൽ ഷഹസാദിയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്നുള്ള വാർത്തയായിരുന്നു ആദ്യം പുറത്തു വന്നത്. ഇതേ തുടർന്ന് തന്നെയാണ് ജയിൽ ഭരണാധികാരികൾ ഷഹസാദിയോട് അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിച്ചത്. അപ്പോഴാണ് ഷഹസാദി തൻ്റെ അവസാന ആഗ്രഹമായി തൻ്റെ ഉമ്മയോടും ഉപ്പയോടും സംസാരിക്കണം എന്നുള്ളത് പറഞ്ഞത്. അബുദാബി ജയിലിൽ വധശിക്ഷ കാത്തുകിടക്കുന്ന ഷഹസാദിയുടെ വധശിക്ഷ 24 മണിക്കൂറിനുള്ളിൽ നടപ്പാക്കുമെന്നുള്ള വാർത്തയ്ക്ക് പിന്നാലെയാണ് പുനഃപരിശോധന ഹർജി ഫയൽ ചെയ്തതും വിഷയം പരിഗണനയിലാണെന്നുള്ള വാർത്തയും ഇന്ത്യൻ എംബസി പുറത്തുവിട്ടത്. ഷഹസാദിക്ക് മോചനം ലഭിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും തന്നെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. കാരണം താൻ ഒരിക്കലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് ഷഹസാദി അബുദാബി ജയിലിൽ വധശിക്ഷ കാത്തുകിടക്കുന്നത്. ഇത്തരം അവസ്ഥയിൽ തന്നെയായിരുന്നു അബ്ദുറഹീമും. പക്ഷേ അബ്ദുറഹീമിനെ ലോകമെമ്പാടുമുള്ള മലയാളി മനസ്സുകൾ കൈകോർത്ത് അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാക്കിയപ്പോഴും അബ്ദുറഹീം ഇതുവരെ നാട്ടിലേക്കെത്താത്തതും വലിയ ആശങ്ക തന്നെയാണ് നൽകുന്നത്. ഇതിന് സൗദി ഭരണകൂടത്തിൻ്റെ നിയമപ്രശ്നങ്ങളാണ് കാരണമായിട്ടുള്ളത് എന്നും ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അബ്ദുറഹീം ജയിൽ മോചിതനായി നാട്ടിലെത്തുവാനും ഷഹസാദിക്കും തൻ്റെ ഉമ്മയെയും ഉപ്പയെയും കാണുവാനുള്ള അവസരം നൽകുവാനും അള്ളാഹു വിധി കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട് ആ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയേണ്ടി വരുന്നത് വലിയ മാനസിക പ്രയാസം നൽകുന്ന ഒരു കാര്യം തന്നെയല്ലേ. ഷഹസാദിയുടെ പുനർപരിശോധന ഹർജി പരിഗണിക്കപ്പെടുകയും ഷഹസാദിയെ അബുദാബി ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുകയും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. 18 വർഷത്തോളമായി കണ്ണീരോട് കൂടി തൻ്റെ മകനെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ കഴിയുന്ന പാത്തുമ്മ ഉമ്മാക്കും എത്രയും പെട്ടെന്ന് തന്നെ അബ്ദുറഹീമിനെ കാണാനും കൂടെ കുറേ കാലം ജീവിക്കുവാനുള്ള തൗഫീക്കും അല്ലാഹു തആല നൽകട്ടെ. വലിയ പ്രയാസങ്ങൾ തന്നെയാണ് ഇത്തരം വാർത്തകൾ നമുക്കെല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. UP സ്വദേശിയായ ഷഹസാദി എന്ന 33 വയസ്സുകാരിക്ക് സംഭവിച്ച കാര്യവും അബ്ദുറഹീമിന് സംഭവിച്ച ഈ പ്രയാസങ്ങളിൽ ഓരോ മനുഷ്യനും നൽകിയ വേദന തന്നെയാണ് നൽകുന്നത്. ഷഹസാദിക്കും അബ്ദുറഹീമിനും എത്രയും പെട്ടെന്ന് തന്നെ മോചനം ലഭിക്കുവാനും നാട്ടിലെത്തുവാനുമുള്ള തൗഫീക്ക് അല്ലാഹു നൽകട്ടെ എന്ന് നിരന്തരമായി നമുക്ക് പ്രാർത്ഥിക്കാം.